തിരുവനന്തപുരം പനയമുട്ടത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ചീഫ് എഞ്ചിനീയർ പ്രാഥമിക അന്വേഷണം നടത്തുന്നുവെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സ്വകാര്യ വ്യക്തി മരം മുറിക്കാൻ സമ്മതിക്കാത്തതാണ് അപകടത്തിന് വഴിയൊരുക്കിയത്. ഔദ്യോഗിക റിപ്പോർട്ട് കിട്ടിയാലുടൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കൃഷ്ണൻകുട്ടി പാലക്കാട്ട് പറഞ്ഞു. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിന് മുമ്പ് അത് കൊടുത്തിട്ടും മുറിക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ നിയമപരമായ നടപടി എന്താണെന്ന് അത് ചെയ്തോട്ടെ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിനെ ഉടൻ തന്നെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഇതിൻ്റെ അദ്ദേഹം ഇപ്പോൾ തന്നെ പോയി എവിടെയാണ് പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടി. അരുൺ ആലത്തൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അരുൺ, കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഷോക്കേറ്റ് ഒരു കൊച്ചുബാലൻ മരണപ്പെട്ടതിൻ്റെ വലിയ ഷോക്കിലാണ് കേരളത്തിൻ്റെ പൊതുസമൂഹമുള്ളത്. അത് വിട്ടുമാറും മുൻപ് ഇന്നിപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോഴും വിചിത്രമായ ന്യായീകരണവുമായി കേരളത്തിലെ പല മന്ത്രിമാരും വന്നിരുന്നു. ഇതാ ഇപ്പോൾ കൃഷ്ണൻകുട്ടി മറ്റൊരു വിചിത്രമായ വാദം, അവിടെ മരം വെട്ടാൻ ഒരാൾ അനുവദിച്ചില്ല, അതാണ് ഈ ദുരന്തത്തിന് കാരണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ന്യായീകരണത്തിൽ പറയുന്നത്? മറ്റു കാര്യങ്ങൾ ഈ അപകടങ്ങൾ KECBയുടെ വീഴ്ച മൂലം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് തുടർക്കഥയായി മാറുന്നു. ഒപ്പം അതിൽ KECBയുടെ ഭാഗത്തു നിന്നും ന്യായീകരണങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി ഏതായാലും ഈ തിരുവനന്തപുരം പനയമുട്ടത്തെ ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പറയുന്നത് സ്വകാര്യ വ്യക്തി മരമുറിക്കാൻ സമ്മതിക്കാത്തതാണ് അപകടത്തിന് വഴിയൊരുക്കിയത് എന്നുള്ളതാണ്. ചീഫ് എഞ്ചിനീയർ പ്രാഥമിക അന്വേഷണം നടത്തുമെന്നും ഔദ്യോഗിക റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ഈ സ്വകാര്യ വ്യക്തി മരമുറിക്കാൻ തയ്യാറാവാത്തത് KECB വീഴ്ചയായി പറയാൻ പറ്റില്ല എന്നും കളക്ടർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. നേരത്തെ ഈ കൊല്ലത്തെ ഈ വിദ്യാർത്ഥി മരിച്ച സമയത്തും ആദ്യ ഘട്ടത്തിൽ മന്ത്രി അത് ആ വിദ്യാർത്ഥിയുടെ വീഴ്ചയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥി ആ ഓടിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ആ ഷീറ്റിട്ട മേൽക്കൂരയുടെ മുകളിലേക്ക് കയറിയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്നൊക്കെ ആയിരുന്നു ആദ്യം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് അത് വലിയ വിവാദമായതോടുകൂടെ മന്ത്രി തിരുത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുകയും KECBയുടെ അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ആ വിഷയത്തിൽ അന്ന് പറഞ്ഞിരുന്നത്. സമാന രീതിയിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ പ്രാഥമികമായിട്ട് ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്ന അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ പോലും KECBയുടെ ഭാഗത്തല്ല വീഴ്ച, സ്വകാര്യ വ്യക്തി മരം മുറിക്കാൻ തയ്യാറാവാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. KECBയുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്ത് തുടർച്ചയായ വീഴ്ചകൾ ഉണ്ടാവുകയും തുടർച്ചയായി അപകടങ്ങൾക്ക് സാധാരണക്കാരൻ വിധേയപ്പെടുകയും ചെയ്തു. ഇന്നലെ കൊല്ലത്ത് അതിദാരുണമായ സംഭവം, ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം നേരം പുലരുമ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു അപകടം KECBയുടെ അനാസ്ഥ മൂലമുണ്ടാകുന്നു. ഈ സമയങ്ങളിലെല്ലാം വിചിത്രമായ ന്യായീകരണവുമായി മന്ത്രിയും എത്തുന്നു എന്നതാണ് ശ്രദ്ധേയം.